നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഒരു 1000 പേർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. വളരെ നന്നായിരുന്നു ഈവന്റ് മെഡ്രാസിൽ. താങ്ക് യു വെരി മച്ച്. വളരെ ഒരു നല്ല ഈവന്റാണത്. എല്ലാവരും നല്ല ഒരു സ്നേഹത്തോടെ ആ ഈവന്റിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. എൻ്റെ ടീമിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ചെന്നൈയിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഈവന്റ് നടത്തുമെന്ന് ഞാൻ വിചാരിച്ചു നോക്കിയില്ല. ഇതുവരേക്കും ഞാൻ നടത്തിയ ഈവന്റിൽ ഇതാണ് വളരെ സൂപ്പറായിരുന്നത്. ഇൻഫാക്റ്റ് ഞാൻ ഇതിൽ 1 മണി നേരം സംസാരിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അരമണി നേരം സംസാരിക്കേണ്ട ആൾ 1 മണി നേരം സംസാരിച്ച് ഒരിടത്തു നിന്ന് വരേണ്ട ചോദ്യങ്ങൾ ഞാൻ കുറച്ചിരിക്കുന്നു. പക്ഷേ 8:30 മണി വരെ എല്ലാവരും വളരെ ക്ഷമയോട് കാത്തിരുന്നതിന് വളരെ നന്ദി. ഇന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിൻ്റെ എഫക്റ്റീവ് ഓവർ കെട്ടിത്താളയാണ്. അങ്ങനെന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ വലിയൊരു പാറാങ്കല്ലിനെ എടുത്ത് തറയിലിട്ടിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, എഞ്ചിനീയർ റേറ്റ് കട്ട് ചെയ്ത കാരണം ഒന്നും നടക്കത്തില്ല എന്ന്. ഒരു ദിവസം ഖുഷിയായിട്ട് തൂക്കിയുണ്ട്, അടുത്ത ദിവസം ഇടുമെന്ന് പറഞ്ഞു ഞാൻ. ഇന്ന് ഇട്ടു. രൂപ പ്രഷറിൽ വരുമെന്ന് പറഞ്ഞു. ഇന്ന് നാം പറഞ്ഞ കഥ പേപ്പറിൽ വന്നിരിക്കുന്നു. അപ്പോഴും ഞാൻ ആദ്യം പറയും, പിന്നെ 2 ദിവസം കഴിഞ്ഞ് അത് തന്നെ പേപ്പറിൽ വന്നോളും. ഇതൊക്കെ നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. സ്വർണം ഫ്ലാറ്റ് ആയിരിക്കുന്നു. 2040 ഇരിക്കുന്നത്. 11,400, 11,300, 12,000 ആ റേഞ്ചിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് 12,040. 24 ക്യാരറ്റ് ഗില്ലി വന്നിട്ട് 13,000 മുകളിലാണ് ഇരിക്കുന്നത്. നാഷണൽ മാർക്കറ്റ് ഇന്ന് തന്നെ തുറക്കും. ജപ്പാനും ചൈനയും ഗുസ്തിയാണ്. ചൈന ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ ലോക്ക് ചെയ്തിരിക്കുന്നു, അതായത് ജപ്പാനിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജപ്പാനിനും ചൈനയ്ക്കും ഗുസ്തിയാണ്. ഒരു പുതിയ ടെൻഷൻ അവിടെ നടക്കാൻ പോകുന്നു. അമ്പ് എത്രയും തന്നെ കെഞ്ചിയാനും പുടിൻ അവർ ആശ കാണിച്ചുകൊണ്ട് ഇന്നും ഉക്രൈൻ ഡീലിനെ തീർത്തില്ല. ഇതാണ് ഇൻ്റർനാഷണൽ സിനാരിയോ. ഇപ്പോൾ ഇന്ത്യയുടെ സിനാരിയോ നോക്കാം. ഇതിനു മുമ്പ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞത് മറന്നായിരുന്നു. ആൽസ്മാനിന് വെള്ളം കാണിച്ച് ജെമിനി 3 നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം ജെമിനി 320 ഗൂഗിൾ 320 പോയിരിക്കുന്നു എന്ന് പറയുന്നു. ഗൂഗിളും എൻവിഡിയയും ഈ വർഷത്തിൽ മാർക്കറ്റ് കയറിയതിൽ 1/3 ഓഫ് ദി S&P ഗെയിംസ് വന്ന് അൽഫബെറ്റ് എൻവിഡിയ ആണ്. സ്റ്റോക്കൊക്കെ കറക്റ്റായ സമയം ഗൂഗിൾ ഗില്ലി പോലെ മുകളിൽ പോയി മാർക്കറ്റിനെ സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു, അതായത് ആ മീറ്റിങ്ങിൽ. സോ ഇതാണ് ഇൻ്റർനാഷണൽ ന്യൂസ്. ഇന്നൊരു വലിയ ഇൻ്റർനാഷണൽ ന്യൂസ് എന്തെന്ന് വെച്ചാൽ, ഒരു ഗെയിമേ മാറുന്നു. വാർണർ ബ്രദേഴ്സിന് ഇവരെ വിഴുങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ്. ഇനി ആരെങ്കിലും വിഴുങ്ങാൻ വരുന്ന എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോമ്പിനേഷൻ ഓഫ് ദി സ്റ്റാക്ക് ആൻഡ് സ്റ്റോക്ക് $83 ബില്യൺ ഓഫർ ചെയ്തിരിക്കുന്നു. അമേരിക്കയിലും ഹോളിവുഡിലും വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സ്റ്റുഡിയോസ് എടുത്തിരിക്കുന്ന ലൈബ്രറി ഒരു നല്ല ഒരു ലൈബ്രറിയാണ്. വലിയ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ അവരെടുത്താണ് ഇരിക്കുന്നത്. ഡിസ്നിക്ക് ശേഷം അവരാണ് നമ്പർ 2. ഇത് വന്നിട്ട് $83 ബില്യൺ കഴിക്കേണ്ടത്. തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓവറാണ്. OTT ആണ് ഫ്യൂച്ചർ എന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. തിയേറ്ററിനെ രക്ഷിക്കണമെങ്കിൽ ആരെങ്കിലും ക്യാഷ് കൊടുത്ത് വാങ്ങാം. കൊളംബിയ പിക്ചേഴ്സ് തന്നെ സോണിങ് ആയത്. ഇപ്പോൾ ഡെസ്നി മാത്രം തന്നെ ഇരിക്കുന്നു. മറ്റു വലിയ സ്റ്റുഡിയോ ഒക്കെ ലാരി എലിസൺ വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ടെക്കാണ് പുതിയ മൂവി ഇൻഡസ്ട്രീനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ആ ട്രെൻഡിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യയിലുള്ള പല ന്യൂസുകൾ നോക്കാൻ നമുക്ക്. എന്തിനാണ് ഇത്? ന്യൂൽ ടാറ്റ ഇന്നും ഒന്നും കഴിച്ചില്ല എന്ന് വിചാരിച്ചാൽ, ടാറ്റ കൺസ്യൂമറിനെ വെച്ച് ഡെനോൺ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കമ്പനി ഇരുന്നു. ഓക്കോഡിൽ ഫോറക്സ്, പ്രോട്ടീൻ എക്സ് ഇതുപോലത്തെ ന്യൂട്രീഷൻ ബ്രാൻഡൊക്കെ ഡെനോൺ വാങ്ങിയായിരുന്നു. പക്ഷേ ഡെനോൺ വിചാരിച്ചത് ഇന്ത്യയിൽ നടന്നില്ല. അതിനെ വിൽക്കാൻ ശ്രമിക്കുന്നു. ടാറ്റ കൺസ്യൂമർ അതിനെ വാങ്ങാൻ പോകുന്നു എന്ന് സംസാരിക്കപ്പെടുന്നു. ഇന്നസ് ബ്രാൻഡിൽ വലുതാ വരാൻ പോകുന്നു ടാറ്റ. അത് സത്യത്തിൽ ഒരു കൺസ്യൂമർ കമ്പനിയായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഫാബ് ഇന്ത്യ, സോൾഫുൾ ഇതൊക്കെ വാങ്ങി വെൽനസ് ബ്രാൻഡിനെ ടാറ്റ കൺസ്യൂമർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ കോസ്റ്റ്ലിയാണ്. കന്നത്തിൽ ഒത്തുന്നതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇവിടെ ചൈനയിൽ പ്രൈവറ്റ് ഇൻഷുറൻസിന് വലിയ വലിയ ഫാർമ കമ്പനി ലില്ലി, പിന്നെ ഫൈസർ ഇതുപോലത്തെ കമ്പനിയൊക്കെ എൻട്രി ഇട്ടിരിക്കുന്നു. അതായത് ആ മരുന്നിനെ പ്രിസ്ക്രൈബ് ചെയ്ത ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നു. ജോൺസൺ ആൻഡ് ജോൺസണും ആ ലിസ്റ്റിലാണ് ഇരിക്കുന്നു. 3 കമ്പനിയും അതിലുണ്ട്. 124 കമ്പനി
ഈ 5 വർഷമായിട്ട് സൂപ്പർ സ്റ്റാറാ റിട്ടേൺ കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ അത് കിടപ്പിലാണ് ഇരിക്കുന്നത്. അതായത് ഇൻഡെക്സ് ആൾ ടൈം ഹൈ, ഇൻഡെക്സ് ആൾ ടൈം ഹൈ എന്ന് പേപ്പറിന് ഓപ്പൺ ചെയ്താലേ അടുത്ത വർഷം 27,000 പോകും, 10,000 പോകും, സെൻസെക്സ് 1,00,000 പോകും എന്നൊക്കെ വരുന്നു. സെൻസെക്സ് 10,00,000 കൂടെ പോട്ടു. കമ്പനി ഇവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇട്ട സ്റ്റാർ പ്ലെയേഴ്സ് 268% അത് ഗാലിയായാണ് ഇരിക്കുന്നത് എന്നാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ സൈഡിൽ ഇടാൻ പറയുന്നു. അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വെറും 50 കമ്പനി അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് സൂപ്പർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പല പേര് വന്നിട്ട് നല്ല അറിയാനുള്ള പേരായിട്ടാണ് ഇരിക്കുന്നത്. പ്ലാൻ കൂടെ ഇരിക്കുന്നു ഇതിൽ. അപ്പോൾ അത് വീഴുന്നു എന്ന് പറയുന്നു. അത് കുറവായിട്ടാണ് വീഴുന്നിരിക്കുന്നത്. ആ കമ്പനി പല നമ്പേഴ്സിലാണ് വീഴുന്നിരിക്കുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആൾ ടൈം ഫേവേർട്സ് ഇരിക്കുന്നു. ഇത് ഏത് കമ്പനിയും നമ്മൾ തൊടുന്നതില്ല. ബജാജ് ഫിൻസം എന്ത് പറയണമെന്ന് വെച്ചാൽ, ഞങ്ങൾ ബ്രോക്കിംഗ് മ്യൂച്വൽ ഫണ്ടൊക്കെ വന്നു, നിങ്ങളെ പെൻഷന് ഞങ്ങൾ തന്നെ മാനേജ് ചെയ്യാം എന്ന് പറയുന്നു. ഇപ്പോൾ അവരുടെ അടുത്ത് FD വാങ്ങാം, എല്ലാം ചെയ്തു. പിന്നെ അവരുടെ അടുത്ത് ഒരു സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ, പക്ഷെ അതിന് അവർ ചോദിക്കത്തില്ല. എന്തെന്ന് വെച്ചാൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് അതിൽ, ഇതുകൊണ്ട് അവർ ചെയ്യത്തില്ല ഇതിന്. ഈ പടുത്തുറങ്ങൻ .com വിൽക്കുന്നല്ലേ, അതായത് വേക്ക് ഫിറ്റ്, ഒരു IPO ഇടാൻ പോകുന്നു. ഒരു വില പറയുന്നു അവർ. ലിസ്റ്റിംഗ് ഗെയിൻസ് ഉരുട്ടാൻ പോകണമെങ്കിൽ ഉരുട്ടാം. പക്ഷേ ഈ റേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എറൻസ് എത്രയാണ് കഷ്ടപ്പെടുന്നു. പക്ഷെ വരിയച്ചൻ ഇതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല. ലണ്ടനിൽ പഠിക്കാൻ പോയവരെ ചിലവ് വന്നിട്ട് 10% കയറിയിരിക്കുന്നു. യൂറോയിൽ പോയവർക്ക് 15% കയറിയിരിക്കുന്നു. ഇന്ന് ട്രേഡിങ്ങിലിരുന്ന് ഒരു ഗ്രാഫ് ഇട്ട് കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ എക്കണോമിക് ടൈംസ് എന്ത് പറയണമെന്ന് വെച്ചാൽ, അവർ മങ്ങാത്ത കളിക്കുന്നു. ഓറസ്റ്റ് ട്രേഡിങ് ചെയ്തെങ്കിലും എങ്ങനെയെങ്കിലും കാശിനെ സേവ് ചെയ്യാൻ പറ്റുമോ, ഹെഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നു. എല്ലാവരുടെ ബഡ്ജറ്റും കയറിയിരിക്കുന്നു. 20 ലക്ഷം രൂപയിൽ തീർക്കാമെന്ന് വിചാരിച്ച് 25 ലക്ഷം രൂപ ആയിരിക്കുന്നു ഇപ്പോൾ. കാരണം വളരെ കഷ്ടമായിരിക്കുന്നു എന്നാണ് പറയുന്നു. അത് നിങ്ങൾക്ക് പറയണത് എന്നാ വെച്ചാൽ, ഇത് ഓൺലി വൺ ഇമ്പാക്റ്റാണ്. എല്ലാ സാധനങ്ങളുടെ വില കയറി മിന്നും ഒരു 2-3 മാസത്തിൽ. ആമയിൽ പോലത്തെ സാധനങ്ങളുടെ വിലയും കയറും. അതായത് വിലവാശിയേ ഇല്ലാതെ ഇന്ത്യ, അതായത് വിലവാശി കയറാതെ ഇന്ത്യയിൽ ഇതുപോലത്തെ അത്യാവശ്യ പൊരുൾക്കൻ്റെ സാധനങ്ങളുടെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കയറും. പെയിൻറ്റ്, പൈപ്പ്, ഇതുപോലത്തെ പ്ലാസ്റ്റിക് സാധനങ്ങളുടെ വിലയും കയറും. കച്ച എണ്ണയുടെ വിലയാണ് പറഞ്ഞത്. അതിന് ശേഷം ഓല എന്ത് പറയണമെന്ന് വെച്ചാൽ, വണ്ടിക്ക് ബാറ്ററി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന് സാർ എന്ത് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം, പക്ഷെ നിങ്ങളെ വണ്ടി റോട്ടിൽ ഓടുന്നില്ല. ഷെയറിൻ്റെ വില IPOയിൽ ഇതിന് 50% വന്നിരിക്കുന്നു. 35 രൂപയാണ് ഇന്ന് ഷെയറിൻ്റെ വില. നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ തറയിൽ ഒരു നല്ല വെള്ളത്തുണ്ട് എടുത്തിടേണ്ട സമയം വരും നിങ്ങൾക്ക്. ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അഫഡ് ദി ബോസ് AI വാങ്ങുന്നു എന്ന് നാം ടൈംസിൽ ഒരു തെറ്റായ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്. ദി ബോസ് വാങ്ങിയ കമ്പനി വന്നിട്ട് ഗൂഗിൾ. അപ്രാവശ്യം ഗൂഗിൾ പറഞ്ഞായിരുന്നു മീറ്റിങ്ങിൽ, ആഡ്സൻസ് വന്നത് കാരണമേ ഞാൻ വാങ്ങിയിരിക്കണം, അതിനെ തെറ്റാരിച്ചു എന്ന് പറയും. ഉടൻ തന്നെ അവർ കൺസ്യൂമർ കമ്പനിയായിട്ട് വാങ്ങിയിരിക്കുന്നു. ഗൂഗിൾ ഇരിക്കുന്നു, യൂട്യൂബ് ഇരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു അതിൽ. ഇത് അവർ ഗൂഗിളിന് 5 മാസത്തിന് മുമ്പേ വാങ്ങിയപ്പോൾ ഗൂഗിൾ ചീപ്പ് AI എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അതിനെ കൺസിഡർ ചെയ്തായിരുന്നു. അതായത് കൺസ്യൂമർ കമ്പനിയെ അവർ തൊട്ടിട്ടുണ്ടായിരുന്നു. ഗൂഗിളിനെ കുറിച്ച് അവരും ചാലിമംഗലും ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ അവർ വാങ്ങി പാതി കാശ് നോക്കിയതിന് ശേഷം AI ബെറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ AI ഒന്നും ബെറ്റ് ചെയ്തില്ല. ക്ലിയർ ആയിട്ട് അതിനെ ഒരു കൺസ്യൂമർ ഫ്രാഞ്ചൈസി ആയിട്ട് അതിനെ വാങ്ങിയിരിക്കുന്നു. അങ്ങനതിന് ശേഷം വില കയറി. അതിൻ്റെ പുറകെ ജെമിനി 3 വന്നായിരുന്നു. അപ്പോൾ അത് AI എന്ന് നിങ്ങൾ കന്നത്തിലിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർ വേറെ ജോലി ചെയ്യുന്നു. മൈക്കൽ ബെറി വേറെ ഒരു സൈഡിൽ പോകുന്നു. മൈക്കൽ ബെറിൻ്റെ പോഡ്കാസ്റ്റ് നിങ്ങൾ കേട്ടെങ്കിൽ അവർ വന്നിട്ട് NVIDIA കുറിച്ചാണ് സംസാരിക്കുന്നു, മാറ്ററെ കുറിച്ച് പറയുന്നു. ഇൻഫാക്റ്റ് ഗൂഗിൾ വന്നിട്ട് ബെറ്റർ കമ്പനി എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു. ഒന്നുമേ വായിക്കാതെ ഈ പേപ്പറിൽ പാതി ന്യൂസൊക്കെ ഇട്ട്, സൈഡ് മൈക്കൽ ബെറിയും സൈഡിൽ ബഫറ്റും ഇട്ട് ട്വീറ്റ് പോലെ ഇട്ട്, നിങ്ങൾ അകത്ത് ഇട്ട് അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ് അവർ സമ്പാദിക്കുന്നു. ഇതുപോലെ ഒന്നും നിങ്ങൾ പറ്റിക്കാൻ പെടരുത്. നിങ്ങൾ തന്നെ പോയി മൈക്കൽ ലൂയിസിൻ്റെ അടുത്ത് സംസാരിച്ച ഇൻ്റർവ്യൂവിനെ കേൾക്ക്. അതിൻ്റെ ശേഷം ഗൂഗിൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും എന്താണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നു എന്ന്. അത് അവർ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ 2 ഇയർ പുട്ട് വാങ്ങിയിരിക്കുന്നു. 2 വർഷത്തിൽ NVIDIA ക്രാക്ക് ആകുമെന്നാണ് വച്ചിരിക്കുന്നു. 2 വർഷത്തിൽ പ്ലാനറ്റർ വീഴും എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ഇന്ന് തന്നെ ഷോർട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഡീപ്പ് ഔട്ട് ഓഫ് മണി കൊടുത്താണ് വാങ്ങിയിരിക്കുന്നു. അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മാർക്കറ്റിൽ ഷോർട്ട് അടിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ പറയരുത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് വാര ആർട്ടിക്കിൾ എഴുതുന്നു.
ഞാൻ പറയുന്നതിന് തമിഴായിട്ട് കൺവേർട്ട് ചെയ്ത് 4 പേര് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രാവശ്യം 4 ആർട്ടിക്കിൾ പ്രീമിയമിൽ വരും. ടോട്ടലായിട്ട് 20 ആർട്ടിക്കിൾ എഴുതുന്നു. എല്ലാവരും എൻകറേജ് ചെയ്യൂ. പിന്നെ മണിപേജ്.comന് സബ്സ്ക്രൈബും ചെയ്യണം. നന്ദി, നമസ്കാരം.